ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, കേരള PSCയുടേതാകുന്ന അണ്ടറിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാകുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പരീക്ഷ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വളരെ അടുത്ത് തന്നെ വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. മക്കളെ, പരീക്ഷയുടെ ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പരീക്ഷയുടെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ നല്ലത് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൃത്യമാകുന്ന എന്താണ് ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ്. കാര്യം 90% ആളുകളുടെയും ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ പരീക്ഷകളിൽ പഠിച്ചു തീർക്കാൻ, സിലബസ് കവർ ചെയ്യാൻ കൃത്യമാകുന്ന വണ്ണം സമയം കിട്ടുന്നില്ല എന്നുള്ളതായ കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം മറികടക്കാൻ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നതാണ് നല്ലതാകുന്ന ഒരു കാര്യം. ശരി, അപ്പോൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കേ. ഒന്ന്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വിങ്ങിലേക്കുള്ളതാകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വളരെയാകുന്ന കാര്യത്തോടെ ശ്രദ്ധിക്കേണ്ടതാകുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 18 മുതൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യ പ്രകാരം ഒരു 40 വരെയും വരുന്നുണ്ട് ഏജ് ലിമിറ്റ്. 18 മുതൽ എവിടെ വരെ വരുന്നുണ്ടടാ? 40 വരെയും വരുന്നുണ്ട്. സോ 18 to 40 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? ഇനി അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണെങ്കിലും ഈ ഒരു പരീക്ഷയുടേതാകുന്ന സിലബസിലൂടെ കൃത്യമായി നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഒരുവിധമാകുന്ന ഈ പറയുന്ന ഡിപ്ലോമ ലെവലിൽ നിൽക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഈ ഒരു സിലബസിനകത്തുള്ളതാകുന്ന ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഒരു പരീക്ഷയുടെ തയ്യാറെടുപ്പാണ് ഉദ്ദേശമെങ്കിലും ഒന്നിലധികം പരീക്ഷകളുടെ തയ്യാറെടുപ്പ് അവിടെ നടക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ പറയുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പരീക്ഷയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഒരു 41,300 മുതൽ ഒരു 87,000 വരെയും എന്ത് ചെയ്യും മക്കളെ? വരും. ഓക്കെ ആണോ? ഇനി കഴിഞ്ഞ തവണ വന്നപ്പോൾ കുറച്ചധികമാകുന്ന രീതിയിൽ വേക്കൻസികളൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. എന്നാൽ പോലും കുറച്ചധികമാകുന്ന റിക്രൂട്ട്മെന്റുകൾ ഈ ഒരു എക്സാമിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, അതുപോലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇതൊക്കെ ഒരേ കോമൺ ആകുന്ന സിലബസ് വരുന്നതാണ്. നമുക്കിതിനകത്ത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പരീക്ഷയുടേതാകുന്ന നോട്ടിഫിക്കേഷൻ ആണ് വരുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പോൾ കോമൺ ആകുന്ന സിലബസ് ആയതുകൊണ്ട് ഒരേ സമയം ഈ പറയുന്ന എല്ലാ പരീക്ഷകളുടേതുമാകുന്ന തയ്യാറെടുപ്പ് ഇതിനകത്ത് ഉൾക്കൊള്ളും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏകദേശം 100 മാർക്കിൻ്റെതാകുന്ന ചോദ്യങ്ങളല്ലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അവിടെ ഒരു 10 മൊഡ്യൂൾസുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ടാവും. അതായത് നമ്മുടെ സിലബസിനകത്ത് നമ്മൾ കൃത്യമാകുന്ന വണ്ണം കവർ ചെയ്യാനുള്ള ഒരു 10 മൊഡ്യൂൾ ഉണ്ടാവും. 10 മൊഡ്യൂളിൽ നിന്നായിട്ട് 10 ചോദ്യങ്ങൾ എന്ന വണ്ണം ടോട്ടൽ ആകുന്ന വണ്ണം ഒരു 100 ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ 41,300 മുതൽ 87,000 വരെയാകുന്ന സാലറി സ്കെയിലും കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ 54 എന്ന് പറയുന്നതായ എണ്ണം ഉണ്ടായിരുന്നു, വേക്കൻസി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് പോയപ്പോൾ നിലവിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 9/6/2026 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 9/6/2026 നടന്നിട്ടുള്ളത്. ഈ ഒരു ഡേറ്റിൽ നടന്ന നമ്മുടെ റിക്രൂട്ട്മെന്റ് കൂടി പരിഗണിക്കുവാണെങ്കിൽ ടോട്ടൽ അഡ്വൈസുകൾ എന്ന് പറയുന്നത് എത്ര എണ്ണം നടന്നിട്ടുണ്ട്? 124 ഇതുവരെയാകുന്ന കണക്കിൽ നടന്നിട്ടുണ്ട്. അതായത് ഇനി നടക്കാനിരിക്കുന്നതായ പരീക്ഷയിലൂടെയും ഏറ്റവും കുറഞ്ഞത് ഒരു 100+ അല്ലെങ്കിൽ ക്ലോസർ ടു 100 ആകുന്ന റേഞ്ചിൽ നമുക്ക് എന്തുണ്ടാകും? ഉറപ്പായിട്ടും റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാകും. അവിടെ സെലക്ഷൻസുകൾ നടക്കും. ഓക്കെ ആണോ? ഈ ഒരു 124 റേഞ്ചിനകത്ത് നിങ്ങൾക്കും വരാൻ പറ്റുമെന്നാണ് ആണെങ്കിൽ അടുത്തതാകുന്ന ലിസ്റ്റിൽ നിങ്ങളും ഉണ്ടാകും. നിങ്ങൾക്കും ജോലി എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം എന്നുള്ളതാകുന്ന കാര്യമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ കേരള PSCയുടെ വെബ്സൈറ്റിനകത്ത് കൃത്യമാകുന്ന വണ്ണം എന്ത് ചെയ്യണം? ഒരു അനാലിസിസ് കാര്യങ്ങളൊക്കെ കൃത്യമാകുന്ന ടൈം ടു ടൈമിൽ കയറി ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തി സെറ്റ് ചെയ്ത് വെച്ച് ഇതുവരെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ അതെല്ലാം എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടേതാകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയകളെല്ലാം എന്ത് ചെയ്യുക? സൈറ്റിനകത്ത് ആഡ് ചെയ്ത് വെക്കുക. എപ്പോഴാണോ ചോദിക്കുന്നത്,
എപ്പോഴാണോ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് അപ്പോഴേ കയറി അപ്ലൈ ചെയ്തേക്കുക. ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാകുന്ന പരീക്ഷ ഏതെങ്കിലും ആകുന്ന ഒന്നിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും. എന്നാൽ അത് മാത്രമേ എഴുതൂ എന്നുള്ള വാശി നിങ്ങൾക്ക് പാടില്ല. അതിനിടയിൽ വരുന്ന പല പരീക്ഷകളും നിങ്ങൾക്ക് എഴുതി നോക്കാൻ പറ്റുന്നതാകും. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളുള്ള പരീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ലെവൽ കുറഞ്ഞുള്ളതാകുന്ന പരീക്ഷയായിരിക്കാം. ഒന്നുകിൽ കിട്ടാം, കിട്ടാതിരിക്കാം. രണ്ടായാലും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. ചോദ്യങ്ങളെ അടുത്തറിഞ്ഞ് നമുക്ക് അതിനനുസരിച്ചൊരു തയ്യാറെടുപ്പ് നമ്മളുടേതാകുന്ന ഇനി അങ്ങോട്ടുള്ളതാകുന്ന പഠനത്തിൽ കൊണ്ടുവരാനുള്ളത് എപ്രകാരമാണ് എന്നൊരു അനുമാനം നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ നിലവില് എല്ലാവരും ഇതിന്റെ തയ്യാറെടുപ്പുകൾ അങ്ങോട്ടേക്ക് തുടങ്ങുക. വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ തുടങ്ങുക. നമ്മൾ ഇവിടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നതാകുന്ന ഡീറ്റെയിലുകളൊക്കെ താഴെ കമന്റ് രൂപത്തിൽ ചോദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോമും കാര്യങ്ങളും ഒക്കെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതലാകുന്ന എന്തെങ്കിലും അറിയണമെന്നാണെങ്കിൽ താഴെ ഒരു നമ്പർ കാണിക്കുന്നുണ്ടാവും. ആ നമ്പറിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. കൃത്യമാകുന്ന വണ്ണം നിങ്ങളുടേതാകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അവിടെ ഉത്തരമുണ്ടാകും. ഓക്കെ ആണോ? അപ്പോൾ കൂടുതലാകുന്ന കാര്യങ്ങളുമായിട്ട് അടുത്തതാകുന്ന ഒരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.